من سد فرجة بنى الله له بيتا في الجنة ورفعه بها درجة. ആരെങ്കിലും സഫിന്റെ ഇടയ്ക്കുള്ള വിടവ് പൂർത്തിയാക്കി നിന്നാൽ, എത്ര നിസ്സാരം അല്ലേ, എത്ര നിസ്സാരം, നാരടില്ല. അതാണ് ഇതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കണം. ഒക്കെ കേൾക്കുമ്പോൾ ലളിതം, ഒരു മനുഷ്യൻ ചെയ്യൂല. മൻ സദ്ദ ഫുർജതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. സഫിന്റെ ഇടയ്ക്ക് വിടവുകളും വളവുകളും ഇല്ലാതെ അത് പൂർത്തിയാക്കി അത് ഫില്ല് ചെയ്ത് നിൽക്കുന്നവന് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഭവനം പണിയുന്നു. വറഫഅഹു ബിഹാ ദറജതൻ. അത് മുഖേന അല്ലാഹു അവന്റെ പദവി ഉയർത്തി കൊടുക്കുന്നു. സഫ് നിൽക്കുമ്പോൾ ഒന്ന് ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ പറച്ചിലല്ലാതെ ആരാ ചേർന്ന് നിൽക്കണം? ചേർന്ന് നിൽക്കാൻ തയ്യാറുണ്ട്? ഒരൊറ്റ കുട്ടികൾ ഒന്നിങ്ങനെ തൊട്ട് നിന്ന് കുറച്ചതിനൊക്കെ നീങ്ങണം. അതൊരു വലിയ വിഷയം തന്നെയാണ്. വിചാരിക്കൽ എഴുതുന്നല്ല, അതിലൊക്കെ ശ്രദ്ധിക്കുന്നവനക്ക് പുണ്യുണ്ട് എന്ന് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. സഫ് ചേർക്കുന്നവരോട് ഞാൻ ബന്ധം ചേർക്കും, സഫ് മുറിക്കുന്നവനോട് ഞാൻ ബന്ധം മുറിക്കുമെന്ന് അല്ലാഹു അറിയിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാരമാണ്, ഒരു കാര്യത്തിൽ നിസ്സാരാക്കി തള്ളണം. ഇസ്ലാം ഗൗരവത്തോടുകൂടെയാണ് അതൊക്കെ പറഞ്ഞിരിക്കുന്നത്.